നമുക്ക് 3 പ്രാവശ്യം ഓംകാരത്തോടുകൂടി ശാന്തി മന്ത്രം ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. ഓ सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै. ओम शांति शांति शांति. हरि ओम श्री गुरुभ्यो नमः. हरि ओम. ओम समस्तजन कल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरं. मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम्. ओम वार्धाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीमष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणी. ഹരി ഓം. നമ്മൾ അപ്പം സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിലേക്കാണ് കടന്നിരിക്കുക. എങ്ങനെ നമ്മൾ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിലേക്ക് എത്തിയത്? അതിങ്ങനെ പതിയെ 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 എത്തിയാണ്, പതിയല്ല. അതായത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഭഗവാൻ എങ്ങനെ മോഹത്തിൽ നിന്ന് ശോകമുണ്ടാകും എന്ന അർജുനന്റെ പ്രശ്നം കണ്ടിട്ട് ആ ശോകത്തിനെ ഇല്ലാതെയാക്കാൻ ആ പരമമായിട്ടുള്ള മോക്ഷത്തിന് മാത്രമേ സാധിക്കൂ എന്നത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആത്മജ്ഞാനത്തിനെ വിശദീകരിക്കും. അത് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ഇപ്പൊ അധികാരിയല്ലാത്ത അർജുനായിട്ട് കർമ്മയോഗത്തിനെ ഭഗവാൻ വളരെ വിശദീകരിക്കും. വളരെ വിശദീകരിച്ച് ഗംഭീരമായിട്ട് വരുന്ന ആ കർമ്മയോഗ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അർജുനൊരു സംശയം ഉണ്ടാവും. അതായത് ഈ കർമ്മയോഗത്തിൽ കൂടെ, യോഗമാണ് അതായത് ആ സാഖ്യവുമായിട്ട് ചേർക്കുന്നതാണ് യോഗം, നമ്മളിത് കണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ആ സാഖ്യവുമായിട്ട് ചേർക്കുന്ന യോഗം, കർമ്മയോഗം അഭ്യസിച്ചു വരുന്ന അർജുനൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് യോഗിയായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ സാഖ്യനായി കഴിയുന്ന സമയത്ത്, ആ മോക്ഷം നേടിക്കഴിയുന്ന സമയത്ത് എങ്ങനെയായിരിക്കാം, എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരാൾ ഈ ലോകത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. കാര്യം ഈ ചോദ്യം ചോദിക്കാനുള്ള കാര്യം എന്താണ്? കാര്യം അർജുനന് അങ്ങനെ ആകണം എന്ന് ആഗ്രഹമുണ്ട്. അതിനേക്കാൾ ഉപരി എന്താണ്, ഞാനും ആത്മജ്ഞാനിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നറിയേണ്ട ഒരു ആവശ്യമുണ്ട്. ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ചോദ്യം വളരെ ജെന്യൂനാ. അല്ലാതെ തർക്കിച്ചിട്ടോ അങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്നുള്ള ലൈനിലല്ല. പിന്നെ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഭഗവാനെ അവരെങ്ങനെയാണ് ഇരിക്കുക, അപ്പം എങ്ങനെയാണ് അവർ സമാധിയിലിരിക്കുന്ന ഒരു സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് ഉണ്ടാകുക? അത് മാത്രമല്ലാതെ വേറെ 3 കാര്യങ്ങളും കൂടെ ചോദിച്ചു. അതായത് ഒന്ന് സമാധിയിലിരിക്കുന്ന സ്ഥിതപ്രജ്ഞനുണ്ട്, വേറെ ഒന്ന് വിദ്യുത സ്ഥിതപ്രജ്ഞൻ. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതപ്രജ്ഞനെ പറ്റി ഇവിടെ സൂചിപ്പിക്കുന്നില്ല. പക്ഷെ അർജുനന്റെ ചോദ്യം കണ്ടിട്ടാണ് നമ്മൾ വിദ്യുത സ്ഥിതപ്രജ്ഞനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക, എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരാൾ സംസാരിക്കുന്നത്, എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരാൾ ഇരിക്കുന്നത്, എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരാൾ സഞ്ചരിക്കുന്നത്,
ഇതിനൊക്കെ ഭഗവാൻ ഉത്തരം പറയുമോ? കാര്യം ഒരാളെങ്ങനെ ഇരിക്കാൻ പോകുന്നത്, ഒരാളെങ്ങനെ നടക്കുന്നത് എങ്ങനെയാണ്, അയാൾ എങ്ങനെയാണ് നടക്കുന്നത്? മറ്റേ സലീം കുമാർ പറയുന്ന കണക്ക് ഇങ്ങനെ എന്നാ വെറൈറ്റി വേണം എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന കണക്കാവും. അങ്ങനെയല്ല. ഓക്കെ, അപ്പം ഇതിനെല്ലാം വളരെ കൃത്യമായിട്ട് അറിയണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ അർജുനൻ ചോദിച്ചു. അതിന് കൃത്യമായിട്ട് ഭഗവാൻ മറുപടി പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട സമയത്ത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, സ്ഥിതപ്രജ്ഞ ലക്ഷണം നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ എത്ര സ്ഥിതപ്രജ്ഞന്മാർ നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട് എന്നുള്ള കണക്കെടുക്കാനല്ല എന്ന് ഉറപ്പാക്കണം എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, എന്നിട്ട് നമ്മൾ വിവേകാനന്ദ സ്വാമിജിയുടെ എക്സാമ്പിൾ കണ്ടു, ചിന്മയാനന്ദ സ്വാമിജിയുടെ എക്സാമ്പിൾ കണ്ടു. നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം ആൾക്കാരുണ്ട്. ചില സ്ഥിതപ്രജ്ഞന്മാര്, മഹാത്മാക്കള് ഒരു കാരണവശാലും നമ്മുടെ കൺവട്ടത്തേക്ക് വരത്തില്ല എന്നാ. കാര്യം എന്നാ വെച്ചാല് നമ്മൾ വളരെ ഇടുങ്ങിയ ചിന്താഗതിയാണല്ലോ. കാമ്യകർമ്മത്തിനെ പറ്റിയെല്ലാം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചായിരുന്നല്ലോ. അങ്ങനത്തെ ഒരു ആൾക്കാരായതുകൊണ്ടേ നമ്മള് ഈ സ്വർഗം കൊടുക്കാൻ, അല്ലെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരോട് പോയി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു മുട്ടായിയൊക്കെ ചോദിച്ചു കളയും. നമ്മൾ വിചാരിക്കുക ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ചോദിക്കുന്നതായിരിക്കും. പക്ഷെ അവർക്ക് എന്ത് നൽകാൻ പറ്റുന്ന ആൾക്കാരോട് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും, അവരുടെ തന്നെ ഒരു ഇത് കളയും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അംബാനിയുടെ ഇടയ്ക്കോ അല്ലെങ്കിൽ അദാനിയുടെ ഇടയ്ക്കോ പോയിട്ട്, ചേട്ടാ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിനുള്ള മറ്റേ 10 രൂപയുടെ ഒരു കുറ്റി, അതിൻ്റെ അകത്തുനിന്ന് ആ 10 രൂപയുടെ ഒരു കുറ്റി മേടി, അതൊരെണ്ണം എടുക്കാവോ ചേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരോട് തന്നെ ഒരു നാണക്കേട് തോന്നുന്ന. അതേപോലെ നമ്മൾ പോയിട്ട് വളരെ അല്പങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരിൽ ചോദിക്കാതിരിക്കാനും വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനൊക്കെ എന്ത് ചെയ്യുക, ഇവർ പല ആൾക്കാരും നമ്മുടെ കണ്ണിൽ വരില്ലയാണ്. അപ്പൊ നമ്മൾ സ്ഥിതപ്രജ്ഞനെ അളന്ന് നടക്കേണ്ട കാര്യമില്ല. ഇനി കാണാൻ പോകുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കെങ്ങനെ സ്ഥിതപ്രജ്ഞനായിട്ട് ട്യൂൺഡാകാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് എന്നാണ്. ഓക്കെ, അപ്പം എന്താണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം? അപ്പോൾ ഒന്ന്, ഈ ശ്ലോകം 55-ാമത്തെ ശ്ലോകത്തിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിനെ സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. ഇതില് നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ തോട്ട് ഫ്ലോയുടെ രീതി വെച്ചിട്ടാണെങ്കിൽ പറയാം, സമാധിയിലുള്ള ഒരു സ്ഥിതപ്രജ്ഞനെ ആണ് വിശദീകരിക്കുക എന്ന് പറയാം. അപ്പം ഇത് നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ ടെക്നിക്കലി വേറൊരു ചെറിയ കാര്യം കാണും. കാര്യം അങ്ങനെ കാണുന്ന സമയത്ത് പല സമയത്ത് നമ്മൾക്ക് ഈ മുക്തപുരുഷന്മാരെ പറ്റിയിട്ടൊക്കെയുള്ള ചില ചെറിയ സംശയങ്ങൾ, ടെക്നിക്കൽ സംശയമാണ്. അല്ലാതെ അയാൾക്ക് കയ്യിൽ നിന്ന് മറ്റേ ഭസ്മം എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ, അമ്മാതിരി ചോദ്യത്തിലുള്ള സംശയമല്ല ഇവിടെ പറയാൻ പോകുന്നത്. ടെക്നിക്കലായിട്ടുള്ള കുറച്ച് സംശയങ്ങൾ ചിലപ്പം അതിനുശേഷമുള്ള ഒരു പാർട്ട് നമ്മൾ വിശദീകരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പം 55-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് ഭഗവാൻ പറയും, ഇതാണ് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം. ഏത് സ്ഥിതപ്രജ്ഞനാണെങ്കിലും ജനറലി ഇങ്ങനെയായിരിക്കും. സമാധിയിലുള്ള സ്ഥിതപ്രജ്ഞനെയാണ് നമ്മൾ തോട്ട് ഫ്ലോയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ശ്ലോകം സമാധിയിലുള്ള സ്ഥിതപ്രജ്ഞനെ പറ്റിയിട്ടാണ് നമ്മൾ തോട്ട് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏത് സ്ഥിതപ്രജ്ഞൻ്റെയും ജനറലായിട്ട് അദ്ദേഹം എങ്ങനെ ഇരിക്കും, ഒരു സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. ഓക്കെ, എന്താണത്? ശ്രീ ഭഗവാനുവാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തതു. എന്താ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടുന്നു? ആര്? അർജുന, തന്നിൽ ആത്മാവിൽ തന്നെ സന്തുഷ്ടനായിട്ട്, അതായത് അവനവനിൽ തന്നെ തൃപ്തനായിട്ട് എപ്പോൾ ഒരാൾ മനസ്സിലെ സർവകാമനകളെയും നിശേഷം ത്യജിക്കുന്നുവോ അയാളെ അപ്പോൾ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. ഇത് ഞങ്ങൾ കുറെ കേട്ടിട്ടുള്ളതാണല്ലോ. അതെ, എന്താ, വേറൊന്നിൻ്റെയും ആവശ്യമില്ലാതെ അവനവനിൽ തന്നെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് ആരോ അദ്ദേഹത്തിനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാന്ന്. അതായത് ആ മുക്തപുരുഷൻ എങ്ങനെയാണ്? വേറൊന്നിൻ്റെയും ആവശ്യമില്ലാതിരിക്കുന്ന ആൾ. എങ്ങനെ ഇരിക്കാൻ പറ്റുക? സർവാൻ കാമാൻ, അതായത് എല്ലാ ആഗ്രഹങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ സെൽഫ്ലെസ് ഡിസയേഴ്സ് ഓൾസോ. എന്താ ഈ സെൽഫ്ലെസ് ഡിസയറോ? അത് എവിടുന്ന് വന്നാ? അതായത് നമ്മൾ കർമ്മയോഗം ചെയ്യുന്ന സമയത്ത് ഞാൻ ഈശ്വരന് വേണ്ടിയിട്ട് ചെയ്യുന്നു,
രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന അവനവനിൽ നിന്ന് ഒതുങ്ങിയിട്ടുള്ളതല്ലാത്ത സെൽഫ്ലെസ് ആയിട്ടുള്ള കുറച്ച് ആഗ്രഹങ്ങളും ചിലപ്പോൾ കർമ്മയോഗിയുടെ ഉള്ളിൽ കാണും. ആഗ്രഹം ഉണ്ടായിരിക്കും കർമ്മയോഗിക്ക്. ആ ആഗ്രഹത്തിന് എന്ത് ചെയ്യും കർമ്മയോഗി? ഭഗവാനിലേക്കോ ഉയർന്ന ഒരു ആൾട്ടറിലേക്കോ തിരിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടിയായിരിക്കും ഒരു കർമ്മയോഗി ചെയ്യുക. ഇവിടെ സ്ഥിതപ്രജ്ഞൻ എന്താണ്? സർവാൻ കാമാൻ, അതായത് ആ സെൽഫ്ലെസ് ഡിസയർ ഓൾസോ അദ്ദേഹം എന്ത് ചെയ്യും? മനോഗതാൻ, മനസ്സിലുള്ള ആ സെൽഫ്ലെസ് ഡിസയർ പോലും എന്താണ്? കാമം. കാമം എന്ന് പറയുമ്പോൾ ഇവിടെ ആഗ്രഹമാണ്, അല്ലാതെ നമ്മുടെ മലയാളത്തിലുള്ള കാമമല്ല. പിന്നെയോ ആഗ്രഹത്തിനോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇത്യാദി ഷഡ്രിപുക്കൾ. ഈ 6 കാര്യങ്ങൾ, കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദി കാര്യങ്ങളെല്ലാം. അപ്പം സർവാൻ കാമാൻ എന്ന് പറയുമ്പോൾ എല്ലാ കാമങ്ങളും, അത് സെൽഫ്ലെസ് ഡിസയേഴ്സ് ഉൾപ്പെടെ. അതല്ലെങ്കിലോ നമ്മൾ പറയുന്ന 6 രിപുക്കൾ. കാമമില്ല, പക്ഷെ ഫുൾ ടൈം കലിപ്പിലാന്ന്. ഇല്ല. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങള് ഇത് പ്രജഹാതി. പ്രജഹാതി എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ജഹാതി, നല്ല രീതിയിൽ കളഞ്ഞ്. നല്ല രീതിയിൽ കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിച്ചമില്ലാതെ കളഞ്ഞ്. പാത്രം കഴുകി വെക്കടാ, കഴുകി എന്ന് പറഞ്ഞിങ്ങനെ വെക്കൂ. എന്നിട്ട് ആ കഴിച്ചതിൻ്റെ പല സാധനങ്ങളോ പാത്രത്തിൻ്റെ അകത്തിരിക്കും. അങ്ങനെ നല്ലതായിട്ട് കഴുകിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെയോ നല്ല രീതിയിൽ തേച്ചൊരച്ച് ഒരു കാര്യം പോലും കണ്ടാൽ വളരെ ഏറ്റവും വൃത്തിയായിട്ട് കഴുകി വെക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് നന്നായിട്ട് കഴുകിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ മിച്ചമില്ലാതെ കളഞ്ഞു. എന്ത്? മനസ്സിലെ ആഗ്രഹങ്ങളെ. പ്രജഹാതി. നമ്മൾ ചില സമയത്ത് ഈ പട്ടിയൊക്കെ പിടിച്ച് വെള്ളത്തിലിട്ടിട്ട് വരികയാണെന്ന് വെച്ചോ, അത് കഴിയുമ്പോൾ പട്ടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുടച്ച് കളയും. കണ്ടിട്ടില്ലേ? ഇങ്ങനെ കുടഞ്ഞ് കളയുന്ന മേത്തെ വെള്ളം അതിങ്ങനെ ഒരു തുള്ളി വെള്ളം ഇല്ലാതെ കുടഞ്ഞ് കളയും. ഒരു പ്രാവശ്യം കുടഞ്ഞിട്ട് ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ ഒരു സൈഡിൽ നിന്നായിരിക്കും കുടഞ്ഞ് വരുന്നത്. മനസ്സിലായില്ലേ? അതേപോലെ എല്ലാ ആഗ്രഹങ്ങളെയും ഇങ്ങനെ കുടഞ്ഞ് കളയും. ഓക്കെ, അതായത് എന്ത് ഇതിങ്ങനെ പറയാൻ കാരണം നമുക്ക് ഉറങ്ങുമ്പോൾ ആഗ്രഹമുണ്ടോ? ഉറങ്ങുവാൻ വേണ്ടിയിട്ടാണ് സ്വാമി ആ കൂടെ ഉള്ളൊരാഗ്രഹം. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ഉറങ്ങാൻ. അല്ല, ഉറങ്ങുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങളില്ലാതാവും. കാര്യം എന്നാ? ചിലപ്പോൾ ക്ഷീണം കൊണ്ട് നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവും. മനസ്സ് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഞാൻ രാത്രിയിൽ ഒരു ആഗ്രഹിച്ചൊരു കാര്യം കിടന്നിട്ട് ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ എന്ന് പറഞ്ഞ് എണീക്കുമ്പോഴത്തേക്കും ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് ഇന്നലത്തെ എവിടാണോ നിർത്തിവെച്ച ആഗ്രഹം അവിടുന്നായിരിക്കും ഞാൻ തുടങ്ങുന്നത്. ആണോ അല്ലയോ? പലപ്പോഴും അങ്ങനെ. അതായത് എൻ്റെ ഉള്ളിൽ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ പിറ്റേ ദിവസം വീണ്ടും എവിടാണോ നിർത്തിയത് അവിടുന്ന് തന്നെ തുടങ്ങുന്ന. മനസ്സിലായില്ലേ? ഇവിടെ പ്രജഹാതി എന്ന് പറയുമ്പോൾ ആ ഒരു ബീജം പോലും അവശേഷിപ്പിക്കാതാണ് ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുന്നത്. ആ ബീജം പോലും ഇല്ല. അതായത് ആഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് റൂമിയുടെ ഒരു കവിതയുണ്ട്. ഓക്കെ, കവിത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതോ ഭാഷയിലുള്ളതിനെ ഇംഗ്ലീഷിൽ കണ്ടത് ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, എങ്കിൽ കൂടെ അതായത് ഒരിക്കൽ 1000 ആഗ്രഹങ്ങളുണ്ടായിരുന്നു. നിന്നെ അറിയണമെന്നൊറ്റ ആഗ്രഹത്തിൽ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അലിഞ്ഞില്ലാതെയായി എന്ന് പറഞ്ഞിട്ട് റൂമിയുടെ ഒരു ഇതുണ്ട്. നിന്നെ അറിയണം. റൂമി ആരെ പറ്റി? ഭഗവാനെ പറ്റിയെന്ന് വരച്ചു. ഭഗവാനെ നിന്നെ അറിയണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ എൻ്റെ ബാക്കി എല്ലാ ആഗ്രഹങ്ങളും അലിഞ്ഞില്ലാതെയായി എന്നാ. എനിക്ക് 1000 ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ നിന്നെ അറിയണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ എൻ്റെ ബാക്കി ആഗ്രഹങ്ങളെല്ലാം അലിഞ്ഞില്ലാതെയായി. ഇവിടെ ആ ആഗ്രഹവുമില്ല. മനസ്സിലായില്ലേ? ആ ഭഗവാനെ അറിയണം എന്നുള്ള ആഗ്രഹം തന്നെ ഇല്ല. കാര്യം എന്നാ? ആത്മനിയേവ സന്തുഷ്ട ആത്മനിയേവ തൃപ്ത. അവനവനിൽ തന്നെ സന്തോഷമുണ്ട്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ കർമ്മയോഗത്തിന് മുമ്പ് സാഖ്യത്തിനെ പറ്റിയൊക്കെ വിശദമായിട്ട് കണ്ടിട്ട് വന്നേക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇവിടെ ആത്മനിയേവ എന്ന് പറയുന്ന സമയത്ത് സുധീർ ചൈതന്യ സ്വന്തം തന്നെ കണ്ണാടി നോക്കിയിരുന്ന് സുധീർ ചൈതന്യ കൊള്ളാലോ എന്ന് പറയല്ല. ഇവിടെ ആത്മാവിൽ തന്നെ എന്നാണ്.
ആത്മാവെന്ന് പറയുമ്പോൾ ഈ ശരീര മനോബുദ്ധിയെ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഭഗവത്ഗീതയിൽ ഈ ഒരു പോർഷനിലേക്ക് എത്തുമ്പോൾ. അപ്പൊ ഞാൻ അവനവനിൽ തന്നെ സന്തോഷിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ ശരീര മനോബുദ്ധിയിൽ സന്തോഷിക്കുന്നു എന്നല്ല, മറിച്ച് എന്താണ്, ഞാൻ ആത്മാവാണ് എന്ന ബോധ്യത്തിൽ എനിക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ലാതെ ആനന്ദത്തോടുകൂടി എനിക്കിരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. സ്ഥിതപ്രജ്ഞൻ ആ ഒരു തലത്തിലെത്തിയ ആളാണ് എന്നാണ്. തുഷ്ടി സന്തോഷം ഉണ്ടാവും. ബ്ലിസ്ഡ് ഔട്ട് എന്നാണ് പറയുക. ബ്ലിസ്ഡ് ഔട്ട്. എന്താണ് ഇവിടെ സന്തോഷത്തിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. എന്താ കാര്യം? ഡീപ് സ്ലീപ്പില് സുഷുപ്തിയില് സന്തോഷമുണ്ടോ? ഉണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നന്നായിട്ട് ഉറങ്ങി നമ്മൾ പറയാനുള്ള കാരണം എന്നാ, ആ ഡീപ് സ്ലീപ്പിൽ നമുക്കൊരു സന്തോഷമുണ്ട്. അതേപോലെ സവികൽപ്പ സമാധിയിലും, സമാധിയുടെ ഉയർന്ന തലത്തിൽ അവിടെയും നമുക്ക് ആ രസാസ്വാദ ഇത്യാദി കാര്യങ്ങളുണ്ട്. മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് എന്നാണ്. പക്ഷേ ആ തുഷ്ടിയിൽ, ഈ രണ്ട് തുഷ്ടിയിൽ നിന്നും വ്യത്യാസം എന്താണ് ഇവിടെ എന്ന് പറഞ്ഞാൽ, ഇവിടെ ആത്മനിയേവ തുഷ്ടഃ. നമ്മൾ ബ്ലിസ്ഡ് ഔട്ട് ആയിരിക്കുന്നത് അവനവനിൽ തന്നെയാണ്. അതായത് മനസ്സ് ശാന്തമായി ഉറങ്ങിപ്പോയ ഒരു തമസ്സിലുള്ള ഒരു സന്തോഷം അല്ല ഇവിടെ. അതേപോലെ തന്നെ സത്വത്തിലുള്ള ഒരു സന്തോഷമല്ല. പിന്നെയോ സത്വരജസ് തമോ ഗുണങ്ങൾക്ക് അതീതമായിട്ട് വേറൊന്നിൻ്റെയും ആവശ്യമില്ലാതെ ആ ഡൾനെസ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്സോ അതല്ലെങ്കിൽ ആ സത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഹാപ്പിനെസ്സോ ഒന്നുമല്ല. ഒരു വൃത്തിയില്ല അവിടെ. വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ വൃത്തിയല്ല. വൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തയില്ല. അവിടെ ഒരു ചിന്തയില്ല. അതായത് ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് ഉയരുമ്പോഴാണ് സവികൽപ്പ സമാധി നടക്കുക. അപ്പോൾ അവിടെ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഞാൻ ആ പരമാത്മാവാണ്, ഈ കാണുന്നതൊക്കെ ഞാനാണ് എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് ഒരു ചിന്തയിൽ മാത്രം പോകുമ്പോഴാണ് ആ സവികൽപ്പ സമാധി ഉണ്ടാകുക. ഇവിടെ ആ ചിന്ത പോലുമില്ല. ചിന്തയുടെ ആ ഒരു ഡിസ്റ്റർബൻസ് പോലുമില്ല. ഓക്കെ, ഇങ്ങനെയുള്ള ആളുടെ പ്രജ്ഞയാണ് ഉറച്ചത്. അതായത് അയാളുടെ അറിവ് ഉറയ്ക്കുമ്പോഴാണ് അയാൾക്ക് ഈ ഒരു അവസ്ഥ വരിക. എന്താ അറിവ്? ഞാൻ ആത്മസ്വരൂപിയാണ്, എനിക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. സന്തോഷത്തോടുകൂടി ഇരിക്കുക. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങളുടെ ആവശ്യമുണ്ട്. ഇല്ലേ? ഉണ്ട്. ഞാനിപ്പോൾ 2-3 പ്രാവശ്യം വെള്ളം കുടിച്ചു. കാര്യം ഇന്ന് രാവിലെ തണുപ്പായത് കാരണം എൻ്റെ ഇത് എന്താ പറഞ്ഞാൽ ഉമിനീരൊക്കെ വറ്റിപ്പോകുന്ന കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ തൊണ്ട ഡ്രൈ ആകുന്നു. ഓക്കെ, വെള്ളം ഇല്ലെങ്കിൽ എനിക്ക് ദുഃഖമാവും. അപ്പോൾ വെള്ളം എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. പച്ച വെള്ളമായിരിക്കും, പക്ഷെ അതും എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇല്ലില്ല, ഈ വെള്ളം ഇല്ലേലും എനിക്ക് ആനന്ദത്തോടുകൂടി ഇരിക്കാൻ പറ്റും. ഫോൺ ഇല്ലേലും ആനന്ദത്തോടുകൂടി ഇരിക്കാൻ പറ്റും. എനിക്ക് വേറെ ഒന്നുമില്ല എങ്കിലും ആനന്ദത്തോടുകൂടി ഇരിക്കാൻ പറ്റും. ഈ ശരീരം വേണമെന്നില്ല എന്ന്. കാര്യം എന്നാ? ഈ ശരീരവും എനിക്ക് ലിമിറ്റേഷനാണ്. മനസ്സിലാകുന്നില്ലേ? ഇവിടെ ഞാൻ വേറൊന്നിൻ്റെയും ആവശ്യമില്ലാതെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത്, സുധീർ ചൈതന്യം വേറൊന്നിൻ്റെയും ആവശ്യമില്ലാതെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്നല്ല. കാര്യം എന്നാ? ഈ ശരീരം പോലും എനിക്ക് ലിമിറ്റേഷനാണ്. എൻ്റെ മനസ്സ് പോലും എനിക്ക് ലിമിറ്റേഷനാണ്. എങ്ങനെ ലിമിറ്റേഷൻ? എനിക്ക് ഫ്രഞ്ചിൽ സംസാരിക്കാൻ പറ്റത്തില്ല. കാര്യം വെച്ചാൽ എനിക്ക് ഫ്രഞ്ച് അറിയത്തില്ല. അതെൻ്റെ മനസ്സിൻ്റെ ബുദ്ധിയുടെ ലിമിറ്റേഷനാണ്. അപ്പോൾ ഫ്രഞ്ച് ഉണ്ടെങ്കിലേ സന്തോഷം ഉണ്ടാകുള്ളൂ എന്നുള്ളൊരു ചിന്ത എനിക്ക് വരികയാണെങ്കിൽ എനിക്ക് സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ? ഞാൻ മനസ്സിൻ്റെയും ബുദ്ധിയെയും അതിക്രമിച്ചാൽ മാത്രമേ, ഓക്കെ, ഈ ശരീരത്തിനെയും അതിക്രമിച്ചാൽ മാത്രമേ, ആ ഒരു ബോധ്യത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ വേറൊന്നിൻ്റെയും ആവശ്യമില്ലാതെ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ഇരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ സ്ഥിതപ്രജ്ഞൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതാണ് എന്നാണ്. എന്താ? വേറൊന്നിൻ്റെയും ആവശ്യമില്ലാതെ തുഷ്ടനായിട്ടിരിക്കുക. സാധാരണ നമുക്ക് മൈൻഡ് ലെവലിലാണ് ഹാപ്പിനെസ്. ഈ ഞാൻ ക്ലാസ് എടുത്താലും ശരി, വിശദീകരിച്ചാലും ശരി, എല്ലാം എന്താണ്? നമ്മുടെയൊക്കെ മൈൻഡ് ലെവലിലാണ് ഹാപ്പിനെസ്. മൈൻഡ് ലെവലിലാണ് ഹാപ്പിനെസ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുക. മോദം, പ്രമോദം എന്നെല്ലാം നമ്മളതിനെ ടെക്നിക്കലി അതിനെ ഡിഫൈൻ ചെയ്യും. ഓക്കെ, മൈൻഡ് ലെവലിലാണ് നമുക്ക് ഹാപ്പിനെസ്. ഇവിടെ
ആത്മജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് ആ മൈൻഡിനെ അതിക്രമിച്ചു എന്നാണ്. അതായത് ഒരു ചിന്തയല്ല നമ്മുടെ ഹാപ്പിനെസ് ആയിട്ട് വരിക, പിന്നെയോ നമ്മളെ ഹാപ്പിനെസ് ആണ്, ഹാപ്പിനെസ് എന്നല്ല പറയണ്ട, ആനന്ദമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇത് കൃത്യമായിട്ടുള്ള ഉദാഹരണമൊന്നുമല്ലേ, വേണമെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദാഹരണമാണ്. അതിൻ്റെ ടെക്നിക്കാലിറ്റിയും പിടിച്ചുകൊണ്ട് ഇടത്തോട്ട് വരരുത്. ഓക്കെ, എന്താ, അതായത് നമ്മളൊരു കർണാട്ടിക് മ്യൂസിക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചു. കേൾക്കുന്ന സമയത്ത് അവിടെ ഏത് സമയവും ശ്രുതിയുണ്ട്, ആണോ അല്ലയോ? ഈ ശ്രുതിയിലാണ് ബാക്കിയുള്ള രാഗങ്ങളെല്ലാം വിസ്തരിച്ചു പോകുന്നത്. ഒരു പാട്ടുകാരൻ പാടുന്ന സമയത്ത് ആ ശ്രുതിയിലാണ് ബാക്കിയുള്ള രാഗങ്ങളെല്ലാം വിസ്തരിച്ചു പോകുന്നത്. ഓക്കെ, ശ്രുതി അതേപോലെ നിൽക്കും. ഈ ഹാപ്പിനെസ്സിലാണ് നമ്മൾ നിൽക്കുക. മനസ്സിന്റെ ഹാപ്പിനെസ് എന്നെല്ലാം പറഞ്ഞാൽ ചിലപ്പോൾ ഈ രാഗങ്ങൾ കണക്കൊക്കെയാ വന്നും പോയിരിക്കും എന്ന് പറഞ്ഞ് പിടിക്കും. ചിലത് എന്ന് പറയുന്നതായിരിക്കും, ആ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന സമയത്തും ഏതൊക്കെ സ്വരങ്ങൾ വെച്ച് എന്തൊക്കെ കസർത്ത് നടത്തിയാലും ശ്രുതി അതേപോലെ നിൽക്കും. അതേപോലെ നമ്മുടെ സ്വഭാവം, സ്വരൂപം എന്ന് പറയുന്നത് ഈ ആനന്ദാണ്. അത് അതേപോലെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതുമായിട്ട് ട്യൂൺഡ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനേ. നമ്മൾ ശ്രുതിയായിട്ട് ട്യൂൺഡ് ആയിട്ടില്ലായിരുന്നു. ഓക്കെ, എന്നിട്ടോ ഈ ശ്രുതി എപ്പോഴും ഉണ്ട്, ഈ രാഗം വന്നും പോയിരിക്കും. അതേപോലെ ഈ പ്രജ്ഞ വൃത്തിക്ക് അനുസരിച്ചിട്ടല്ല, വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകൾക്ക് അനുസരിച്ചിട്ടല്ല, ഈ പ്രജ്ഞ എപ്പോഴും ഉണ്ട് അവിടെ. എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ ആനന്ദത്തോടു കൂടി, സന്തോഷത്തോടു കൂടി നമുക്ക് ഇരിക്കാൻ പറ്റും എന്നാണ്. വേറൊന്നിൻ്റെയും ഇല്ല, ആവശ്യമില്ലാതെ. അപ്പോൾ എന്താണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ആരാണ് സ്ഥിതപ്രജ്ഞൻ? സ്ഥിതപ്രജ്ഞൻ, സമാധിയിലിരിക്കുന്ന സ്ഥിതപ്രജ്ഞൻ, അയാൾ എങ്ങനെയാണുള്ളത്? അയാൾ സന്തോഷത്തോടുകൂടി ഇരിക്കും. വേറൊന്നിൻ്റെയും ആവശ്യമില്ലാതെ ആനന്ദത്തോടു കൂടി ഇരിക്കും. ഇതാണ് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം. അല്ലാതെ നമുക്ക് സ്ഥിതപ്രജ്ഞൻ ഇങ്ങനെ ചന്ദനാണോ തൊടുന്നത്, അതോ ഇതിങ്ങനാണോ ചന്ദനം തൊടുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇതൊന്നും നോക്കി നമുക്ക് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം പിടിക്കാൻ പറ്റില്ല. ആനന്ദത്തോടുകൂടി ഇരിക്കും. ദൈവത്തെ ഓർത്ത് തെറ്റിദ്ധരിക്കരുത്. എന്താണ്, സമയം ചിരിച്ചുകൊണ്ട് തമാശ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാൾ സ്ഥിതപ്രജ്ഞനാണ് എന്ന്. അങ്ങനെ അല്ല ഇവിടെ പറയാം. അയാൾ അതൊക്കെ പറയുമ്പോഴും അയാളുടെ ഉള്ളിൽ വേറെ പല കാര്യങ്ങളും ഓടുന്നുണ്ടായിരിക്കും. പക്ഷെ സ്ഥിതപ്രജ്ഞൻ അങ്ങനല്ല. ലോകത്ത് എന്ത് തന്നെ നടന്നാലും അയാൾ ആനന്ദത്തോടുകൂടി ഇരിക്കും. ഓക്കെ, ഇനിയോ ഇതിൻ്റെ പല ഷെയ്ഡ്സിനെ വേറെ പല രീതിയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭക്തൻ്റെ ലക്ഷണവും ഗുണാതീതൻ്റെ ലക്ഷണമൊക്കെ നമ്മൾ ഇനി വരുന്ന ഒരു സ്ഥലത്ത് കാണാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇനി ഒരു 10 മിനിറ്റില്ല, ഒരു 5 മിനിറ്റ് നോക്കാം. നമ്മൾ ടെക്നിക്കലി ഒരു കാര്യത്തിന് നമ്മൾ കാണാൻ ശ്രമിക്കും. കാര്യം സ്ഥിതപ്രജ്ഞനെ പല തലങ്ങളിൽ നിന്ന് നോക്കിക്കാണാനാണ്. അങ്ങനെ പല തലങ്ങളിൽ നിന്ന് നോക്കിക്കാണാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിൽ കൂടെ എന്താണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് പറയാം. സപ്തഭൂമിക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, വളരെ വിശദമായിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളത് പെട്ടെന്ന് കണ്ടുപോകും. ഇത് 7 പടികൾ, സപ്തഭൂമിക. ഇത് ആധ്യാത്മികതയുടെ വളർച്ചയുടെ പടികളെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ സപ്തഭൂമിക. അപ്പം ഈ സപ്തഭൂമികയിൽ ഒന്നാമത്തെ പടി അല്ലെങ്കിൽ ഒന്നാമത്തെ ഭൂമിക ശുഭേച്ഛ എന്നാണ്. ശുഭേച്ഛ അല്ലെങ്കിൽ മോക്ഷേച്ഛ എന്ന് പറയും. എന്താണ്? നിത്യാനിത്യ വസ്തു വിവേകപൂർവകം മോക്ഷേച്ഛ. അതായത് നിത്യ അനിത്യ വസ്തുവിലുള്ള വിവേകത്തോടു കൂടി മോക്ഷം വേണം എന്നുള്ള ആഗ്രഹമാണെന്ത് ഈ ശുഭേച്ഛ എന്ന് പറയുന്നത്. ആധ്യാത്മികതയുടെ ഒരു തുടക്കമാണ്. തീർച്ചയായും. ഓക്കെ ഓക്കെ അപ്പം ചിലപ്പം ചെറുതായിട്ട് ചിത്തശുദ്ധിയും ചിത്ത ഏകാഗ്രതയൊക്കെ വന്നു വരുന്ന സമയത്തൊക്കെ എനിക്ക് ഈ കഷ്ടപ്പാടിലൊന്നും പോരാ, ഈ കാണുന്ന ലോകമൊക്കെ പ്രശ്നമാണ്, എനിക്കെന്താണ് ഒന്ന് ഉയരണം, എനിക്ക് ആ മികവിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത വന്ന് തുടങ്ങുന്നതിനെയാണ് ശുഭേച്ഛ എന്ന് പറയാവുന്ന സാരം. അങ്ങനെ എടുത്താൽ മതി. ഇപ്പോൾ 2 വിചാരണ എന്നാണ് രണ്ടാമത്തെ ഭൂമിക. എന്താണ് വിചാരണ? അതായത്
ഗുരു ഉപാശ്രിത്യ ശ്രവണ മനനാദി രൂപം വേദാന്ത വിചാരം. അതായത് ഗുരുവിനെ കണ്ടതിന് ശേഷം ശ്രവണാദികളോടെ വേദാന്ത വിചാരം ചെയ്യുന്ന തലം. നമ്മളിപ്പോൾ ഇവിടുന്ന് ശാസ്ത്രമൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ ആവശ്യത്തിന് ചിത്തശുദ്ധിയൊന്നും ഇല്ലായിരിക്കും. നമ്മൾ വിചാരണ തലത്തിലാണോ ആകണമെന്നില്ല. ഞാനിത് മാനസികമായിട്ടുള്ള തലങ്ങളെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് ചിത്തശുദ്ധി ചിത്ത ഏകാഗ്രത ഉണ്ടായതിന് ശേഷം, അല്ലെങ്കിൽ അതോടുകൂടി ചിത്തശുദ്ധി ചിത്ത ഏകാഗ്രതയോടുകൂടി ഗുരുവിനെ സമീപിച്ചിട്ട് എന്താണ് ആ ഒരു ശ്രവണ മനനാദികൾ നടക്കുന്ന സമയത്ത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു മനസ്സിൻ്റെ ഉടമയായിരിക്കും. അപ്പം ആ ഒരു സൂക്ഷ്മതയിൽ നിൽക്കുന്ന അതാണ് വിചാരണയുടെ തലം. 3 തനുമാനസ എന്നാണ്. 3 തനുമാനസ. എന്താ തനുമാനസ? നിധിധ്യാസനാണ്, സവികൽപ്പ സമാധി. അതായത് നിധിധ്യാസന അഭ്യാസാത് മനസ്സഃ ഏകാഗ്രതയാ സൂക്ഷ്മ വസ്തുഗ്രഹണ യോഗം. എന്താണ്? ആത്മാവിനെ പിടിച്ചെടുക്കാൻ നിധിധ്യാസനത്തിൽ കൂടെ മനസ്സിന് കഴിയുന്ന അവസ്ഥ. അതായത് ആ ധ്യാന പരിശീലനത്തിൽ കൂടെ എന്താണ് മനസ്സിനെ ആ സവികൽപ്പ സമാധിയിൽ ഇങ്ങനെ നിർത്താനുള്ള കഴിവ്. ഓക്കെ, ഇത് 3ാമത്തെ ഒരു തലാണ്. ഇവിടെയും എന്താണ്, നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട്, സവികൽപ്പ സമാധിക്കായിട്ട് നമ്മൾ പരിശീലനം ചെയ്യുന്നുണ്ട്, ഇത്യാദി കാര്യങ്ങളുണ്ട്. 4ാമത്തത് സത്വാപത്തി എന്നാണ്. സത്വാപത്തി, സത്വത്തിലെത്തുക. അതായത് വേദാന്ത വാക്യം കൊണ്ട് അപരോക്ഷ ബ്രഹ്മ സാക്ഷാത്കാരം. ഇതിനെയാണ് സത്വാപത്തി എന്ന് പറയുക. ഞാൻ ആ ബ്രഹ്മമാണ് എന്നറിയുക, ബ്രഹ്മവിദായി മാറുന്ന. അത് നമ്മൾ പറയത്തില്ല മോക്ഷം ലഭിച്ചു എന്നെല്ലാം പറയില്ലേ. സത്യത്തിൽ ഈ മോക്ഷം ലഭിച്ച ആളുകൾക്ക് എന്താണ് വ്യത്യാസങ്ങളില്ല. എന്ത് വ്യത്യാസങ്ങളില്ല? ഈ പറഞ്ഞ പോലെ എന്താണ്, ഇയാൾ നല്ല മോക്ഷം ലഭിച്ച ആള്, ഇയാൾ അത്രത്തോളം പോരാത്ത മോക്ഷം ലഭിച്ച ആള്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം മോക്ഷം ലഭിച്ച ആൾക്കാരൊക്കെ ആനന്ദത്തിലാണ്. പക്ഷെ എങ്കിലും ചില സമയത്ത് നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാകാവുന്നത് കൊണ്ടാണ് നമ്മളിത് പറയാൻ പോകുന്നത്. ഓക്കെയാണ്. അല്ലാതെ മോക്ഷം ലഭിച്ചത് തന്നെ ഗ്രേഡുകളുണ്ട് എന്നും പറഞ്ഞ് നമ്മളിപ്പോൾ പിടിക്കേണ്ട കാര്യമില്ല. അപ്പം എന്താണ്, ആ മോക്ഷത്തിൽ ഞാൻ ആനന്ദസ്വരൂപിയാണ് എന്ന് ഉറച്ച ആളുകൾ, അത് ഫസ്റ്റ് ലെവലിൽ എന്ന് വേണമെങ്കിൽ പറയാം, സത്വാപത്തി എന്ന് പറയും. അടുത്തത് അസംസക്തി എന്നാണ്. അതായത് സവികൽപ്പ സമാധി അഭ്യാസേന നിരുദ്ധേ മനസ്സി നിർവികൽപ്പ സമാധി അവസ്ഥ. അതായത് അവര് സവികൽപ്പ സമാധി പ്രാക്ടീസ് ചെയ്ത് പിന്നെയോ ആ ഒരു ഇതിൻ്റെ ആ ഒരു വികല്പം അല്ലെങ്കിൽ ആ ഒരു തോട്ടിൻ്റെ പോലും സഹായമില്ലാതെ ആ ബ്രഹ്മത്തിൽ മുഴുകുന്ന ആള്, സവികൽപ്പ സമാധിയിലുള്ള അറിവിൻ്റെ ബലത്തിലുള്ള നിർവികൽപ്പ സമാധി. ഓക്കെ, ഇതിനെയാണ് അസംസക്തി എന്ന് പറയുക. അപ്പോൾ ഇവരാണ് ബ്രഹ്മവിദ്വരൻ എന്നെല്ലാം പറയുക. ശാസ്ത്രത്തിൽ ബ്രഹ്മവിദ്വ എന്ന ആദ്യത്തെ പോയിന്റ് ആണെങ്കിൽ ഇത് ബ്രഹ്മവിദ്വരൻ ഒരു പടിയും കൂടെ മേളിലോട്ട് കയറിയെന്നാണ്. 6ാമത്തത് പദാർത്ഥ അഭാവന. എന്നിട്ട് ഞാൻ ഇതെന്താണെന്ന് ഒന്നുകൂടെ പറയാവേ. 6ാമത്തത് പദാർത്ഥ അഭാവന എന്നാണ്. എന്താണ്? നിർവികൽപ്പ സമാധി അഭ്യാസ അതിരിക്തേന ചിരകാല അവസ്ഥിതി. അതായത് ഇവര് ആ നിർവികൽപ്പ സമാധിയുടെ നിന്ന് ഉയർന്ന് അയാൾ സ്ഥിരമായിട്ട് എന്താണ് ആ സമാധിയിൽ തന്നെ ഇരിക്കുന്നതായിട്ടുള്ള അവസ്ഥ. 7ാമത്തത് തുര്യക. എന്താണ്? സർവദാപി സ്വപ്രകാശ ചിദാനന്ദ ഏകരസേ ബ്രഹ്മണി മദ്ഗതയാ സമുദ്രമധ്യസ്ഥാപേതി കുംഭവത്ത് അന്തബഹി പൂർണ്ണത്വം. അതായത് സമുദ്രത്തിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്ന ഒരു കുടം പോലെ അകവും പുറവുമെല്ലാം ആനന്ദം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു ഭാവം എന്നാണ്. അപ്പം ഇനി നോക്കിക്കോണം, ആദ്യ 3 നിലകൾ, ആദ്യത്തെ 3ാമത്തെ ഇതില്ലേ സത്വാപത്തി എന്ന് പറയുന്ന അവസ്ഥ, അവിടെ അതിനെ ജാഗ്രത എന്നാണ് വിളിക്കുക. ഓക്കെ, ജാഗ്രത. കാര്യം എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെ തനുമാനസ എന്ന് പറയുന്നതിനെ ജാഗ്രത എന്നാണ് വിളിക്കുക. കാര്യം എന്താ വെച്ചാൽ അവിടെ ദ്വൈതത്തിനെ നമ്മൾ കാണുന്നുണ്ട്.
മോക്ഷം നേടിയ ആള് ഓക്കെ മനസ്സ് ആ ബ്രഹ്മത്തിൽ തന്നെയാണ്, പക്ഷെ ദ്വൈതത്തിനെ അറിയുന്നുണ്ട്. അല്ല, മോക്ഷം നേടിയിട്ടില്ല, എന്താണ് ദ്വൈതത്തിനെ അറിയുന്നുണ്ട്. നമ്മൾ ഉയർന്ന ഒരു സാധകനാണ്. ഓക്കെ, അയാൾ ഈ കാണുന്ന ലോകത്തിനെ അയാൾ അറിയുന്നുണ്ട്. ഈ ലോകത്തിന്റെ വ്യത്യാസത്തിനെയൊക്കെ ഇയാൾ കാണുന്നുണ്ട്. രണ്ടാമത്തെ സത്വാപത്തി എന്ന് പറയുന്ന ഒരു അവസ്ഥ സ്വപ്നമാണ് എന്നാണ് പറയാം. നമ്മുടെ സ്വപ്നമല്ല, പിന്നെ സ്വപ്നാവസ്ഥ പോലെയാണ് എന്ന കാര്യം. ദ്വൈതത്തിനെ കാണുന്നുണ്ടെങ്കിലും അത് സ്വപ്നമാണ് എന്ന് ഈ ആൾക്കാർക്ക് അറിയാം. അപ്പം നമ്മൾ ചില കൃതികളിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ലോകം സ്വപ്നമാണ് എന്ന് മനസ്സിലാക്കുന്നു എന്നെല്ലാം പറയില്ലേ. പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആ മോക്ഷം നേടിയ ആള് ഈ ലോകത്തിനെ ഒരു സ്വപ്നത്തിന് കൊടുക്കുന്ന വിലയെ കൊടുക്കുന്നുള്ളൂ. കാര്യം അദ്ദേഹം ഇതൊരു സ്വപ്നമാണ് എന്ന് മനസ്സിലാക്കിയെന്നാണ്. അതുകൊണ്ടാണ് സത്വാപത്തിയെ സ്വപ്നാവസ്ഥ എന്ന് പറയാം. ഇനിയോ അസംശക്തിയെ സുഷുപ്തി എന്നാണ് പറയാ. കാര്യം ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ കാണുന്ന ലോകത്തിനെ ഒന്നും അറിയുന്നില്ല. അതേപോലെ അസംശക്തിയിലുള്ള സ്ഥിതപ്രജ്ഞ ഈ സമയം കണ്ണടച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നല്ല, അയാൾ ഈ ലോകത്തിനെ നോക്കുന്ന സമയത്ത് നമ്മൾ സുഷുപ്തിയിൽ ഒന്നും അറിയാത്തതുപോലെ ഈ ലോകം അദ്ദേഹത്തിനെ ബാധിക്കുന്നേയില്ല. നേരത്തെ പറഞ്ഞ ആൾക്കാരാണെങ്കിൽ എങ്ങനെയാണ്, അവർ മോക്ഷപുരുഷന്മാരാണ്, മുക്തപുരുഷന്മാരാണ്. പക്ഷേ സ്വപ്നത്തിൽ നമ്മളെ ഒരു പുലിയിട്ട് ഓടിക്കുന്ന സമയത്ത് നമ്മളിത് ഞെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അയ്യോ പുലി വരുന്നതെന്ന് പറഞ്ഞാൽ വീടിൻ്റെ ചുറ്റിനും നമ്മൾ വേലി കെട്ടത്തില്ല. കാര്യം എന്നാ, നമ്മൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് അത് സ്വപ്നത്തിലെ പുലിയായിരുന്നു എന്നറിയാം. അപ്പം ആ സ്വപ്നത്തിന് അത്രയ്ക്കുള്ളൊരു വിലയെ കൊടുക്കുകയുള്ളൂ. പക്ഷേ ആ സ്വപ്നത്തിൻ്റെതായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അസംശക്തിയിൽ അതിനെ സുഷുപ്തി എന്ന് വിളിക്കുന്ന സമയത്ത് അവിടെ ആ സ്വപ്നമല്ല, അതിൻ്റെ ഒരു പടി മേളില. കാര്യം എന്താ, ഇയാൾ സുഷുപ്തിയില്ല. സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഈ ലോകം അദ്ദേഹം അറിയുന്നത് തന്നെ ഇല്ല. ഈ ലോകം അദ്ദേഹം അറിയുന്നത് തന്നെ ഇല്ല. ആലോചിച്ച് നോക്കൂ, അങ്ങനത്തെ ആൾക്കാരുണ്ട് എന്നാ. ഓക്കെ, അപ്പം പറയുക എന്താ, ഈ അസംശക്തിയിൽ അദ്ദേഹത്തിന് ഡ്യുവാലിറ്റി എന്ന് പറയുന്നൊരു സാധനം ഇല്ല. അദ്ദേഹം സമാധിയിൽ പോകും, ഈ ലോകം തന്നെ ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സമാധിയിൽ നിന്നൊക്കെ ഉണരാൻ സാധ്യതയുണ്ട്. എന്നാൽ അടുത്ത ലെവലുണ്ടല്ലോ പദാർത്ഥഭാവന എന്ന് പറഞ്ഞത്, അവിടെ ഇയാൾ സമാധിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഗാഢസുഷുപ്തി അവസ്ഥയാണ്. അയാളെ തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർ ശ്രമിക്കണം എന്നാണ്. നമ്മൾ രാമകൃഷ്ണ പരമഹംസരെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹം സമാധിയിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് രസഗുള വായിൽ വെച്ച് കൊടുക്കുന്നു ആൾക്കാർ. അപ്പോൾ ഈ രസഗുള വായിൽ വരുമ്പോഴായിരിക്കും അദ്ദേഹം വീണ്ടും ഇതിലേക്ക് വരിക. എന്തിലേക്ക് വരിക? ഈ ലോകത്തിലേക്ക് വരിക. പക്ഷെ ഈ ലോകത്തിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിന് ഈ ലോകം എന്താണ്? സുഷുപ്തിയായിട്ടാണ്. ലോകത്തിന് അദ്ദേഹം ഒരു സത്യത്വവും കൊടുക്കുന്നില്ല, ലോകത്തിനെ കാണുന്നു തന്നെ ഇല്ല എന്ന്. ഇനിയോ ഈ തുര്യക എന്ന് പറയുന്ന അവസ്ഥയിൽ അതെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം ഇല്ല എന്നാണ്. അതായത് പിന്നെ ഒരു തിരിച്ചു വരവില്ല എന്നാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് 4, 5, 6, 7 ഏതൊക്കെയാണ്? സത്വാപത്തി, അസംശക്തി, പദാർത്ഥഭാവന, തുര്യക എന്ന് പറയുന്ന ഈ 4 അവസ്ഥകളും ഒരു ജീവൻ മുക്തൻ്റെ അവസ്ഥയാണ്. അതിൽ തന്നെ 5, 6, 7 സമാധിയിലുള്ള ജീവൻ മുക്തൻ്റെ അവസ്ഥയും 4, 5, 6 എന്നുള്ളത് വ്യുത്ഥാന അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 6 രണ്ടിടത്തും ഉണ്ടല്ലോ, 5, 6. ഒന്ന് കണ്ണടച്ച് അയാൾ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തന്നെ തിരിച്ച് ഇതിൽ നിന്ന് സമാധിയിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റുന്ന ഒരവസ്ഥയും, വേറൊന്ന് ബാക്കിയുള്ള ആൾക്കാർ അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. അപ്പം അതെന്താ? യുദ്ധാന അവസ്ഥ അവർ അനുഭവിക്കുന്നുണ്ട് എന്നാണ്. അവരനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല, നമ്മളവരെ വിദ്യാനാവസ്ഥയിൽ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സ്ഥിതപ്രജ്ഞന്മാരുണ്ടെങ്കിൽ. ഓക്കെ, ഈ ടെക്നിക്കലി പറഞ്ഞത് മനസ്സിലായോ? ഇല്ല, കുഴപ്പമില്ല. എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം പറയൂ എന്നാണ് ചോദ്യം. നമുക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു തരാം. എന്താണ്? എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാതെ ആയ ഒരാൾ. വെറുതെ ആഗ്രഹങ്ങൾ ഇല്ലാതാകല്ല, ഈ ആഗ്രഹങ്ങൾ ഇല്ലാതാകാനുള്ള കാരണം അവനവനിൽ തന്നെ ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരാൾ, അതായത് അവനവനിൽ തന്നെ ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, ആത്മാവിൽ തന്നെ തുഷ്ടിയോടുകൂടിയിരിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ
അദ്ദേഹം അവനവനിൽ തന്നെ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചോദ്യം വരും. ഞാൻ പലതരത്തിലുള്ള ആൾക്കാരെ പറ്റി കേട്ടിട്ടുണ്ട്, സ്ഥിതപ്രജ്ഞന്മാർ. അത് ഇങ്ങനെ പല തരത്തിലെല്ലാം ഉണ്ടോ? സത്യത്തിൽ പല തരമൊന്നുമില്ല. എങ്കിൽ കൂടെയും ഓർത്തോണം, വ്യുത്ഥാന സ്ഥിതപ്രജ്ഞനുണ്ട്, സമാധിയിലുള്ള സ്ഥിതപ്രജ്ഞനുണ്ട്. അപ്പോൾ ഈ സമാധിയിലുള്ളതും സ്ഥിതപ്രജ്ഞൻ തന്നെയാണ്, വ്യുത്ഥാനാവസ്ഥയിലുള്ളതും സ്ഥിതപ്രജ്ഞൻ തന്നെയാണ്. വേണമെങ്കിൽ നമുക്കതിനെ ഒരു 2-3 ലെവൽസിൽ കാണാൻ നോക്കാം. ഒരു ലെവല് ഈ ലോകത്തിനെ കാണുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഈ ലോകത്തിനെ കാണുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അതുമാത്രമല്ല സ്വപ്നത്തിൻ്റെ രീതിയിലാണ് അവർ ഈ ലോകത്തിനെ കണ്ടു മനസ്സിലാക്കുന്നത്. അതായത് നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിനെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ സ്വപ്നത്തിന് ഒരു തരത്തിലുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കില്ല. ആ സ്വപ്നത്തിന് അത്രയ്ക്കുള്ള ഒരു സത്യത്വമേ നമ്മൾ നൽകുള്ളൂ. അതേപോലെ ഈ ലോകത്തിനെ കാണുന്നുണ്ട് എങ്കിലും അതിനൊരു സ്വപ്നത്തിൻ്റെ മാത്രം വില കൊടുക്കുന്നു ഒരു തലം. ഇനി വേറൊന്ന്, സ്വപ്നം കഴിഞ്ഞാൽ സുഷുപ്തിയാണല്ലോ. ഈ ലോകത്തിനെ സുഷുപ്തിയായിട്ട് നോക്കി കാണുന്ന ആൾക്കാർ, അതായത് ലോകം അവർക്കില്ല, ഒരു സമാധിയിൽ പോവും, അവർ തന്നെ തിരിച്ചു വരും. വേറെ ചില ആൾക്കാർ ഗാഢസുഷുപ്തിയാണ്. അപ്പോൾ അവർ സമാധിയിലേക്ക് പോയാൽ അവരെ വീണ്ടും ഈ ലോകത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്തെങ്കിലുമൊക്കെ വേറെ ആൾക്കാർ ശ്രമിച്ചിട്ട് വേണം കൊണ്ടുവരാൻ. തുര്യക എന്ന് പറയുന്ന അവസ്ഥയിലാണെങ്കിലോ അവര് ആ സമാധിയിൽ തന്നെയാണ്. അപ്പം ആചാര്യന്മാർ തന്ത്രശാസ്ത്രത്തിലോ അവർ ആ തന്ത്രത്തിൻ്റെ ആ സ്കൂളാണ് പറയുന്നതെന്ന് തോന്നുന്നു. അതോ ഇതുമായിട്ട് കണക്ട് ചെയ്ത വേദാന്തത്തിൽ തന്നെ ഏതൊരു ഭാഗമാണ് അവർ പറയുക, ഈ തുര്യകാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ ശരീരം ഉപേക്ഷിച്ചു പോകും എന്നാണ്. നമ്മൾ പറയുന്നില്ലേ സമാധി അടഞ്ഞു എന്ന് പറയില്ലേ? സമാധി അടഞ്ഞു എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അതിനു മുമ്പുള്ള അവസ്ഥയിൽ സമാധി ആകില്ലേ? ആ സമയത്ത് ശരീരം ഉപേക്ഷിക്കാം, വിദേഹമുക്തി ഉണ്ടാകാം. പക്ഷെ തുര്യകയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 7 ദിവസത്തിൽ കൂടുതൽ അദ്ദേഹം ഈ ശരീരത്തിനോടൊപ്പം കാണില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കാട്ടുന്നുണ്ട്, നമ്മളിവിടെ വായിക്കുകയോ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, തുര്യക പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. വ്യുത്ഥാന സ്ഥിതപ്രജ്ഞനുണ്ട്, സമാധിയിലുള്ള സ്ഥിതപ്രജ്ഞനുണ്ട്. ഈ സമാധിയും വ്യുത്ഥാനം എന്നെല്ലാം എടുത്ത് മാറ്റിവെച്ചാൽ കൂടെ ആരാണ് സ്ഥിതപ്രജ്ഞൻ? സർവാൻ കാമാൻ പ്രജഹാതി, എല്ലാ കാമങ്ങളെയും നല്ല രീതിയിൽ കൊടഞ്ഞ് കളഞ്ഞ് ആത്മനിയേവ സന്തുഷ്ടി, അവനവനിൽ തന്നെ ഇരിക്കുന്ന സന്തോഷത്തോടുകൂടിയിരിക്കുന്ന ആളാണ് സ്ഥിതപ്രജ്ഞൻ. ചോദ്യം എളുപ്പമാണ്. എന്താ ചോദ്യം? ഭഗവാനെ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണ്? ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അത് ചടങ്ങാണ് എന്നാ. ഇതിങ്ങനെ പറഞ്ഞു വിടുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഇത് ആഴത്തിൽ നമ്മൾ പോകേണ്ട കാര്യമാണ്. അപ്പം എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞൻ? ആത്മനിയേവ സന്തുഷ്ടി. സമ്മതിച്ചു. എല്ലാ കാമങ്ങളും ബീജം ഉൾപ്പെടെ കളഞ്ഞിട്ടുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും അതിൻ്റെ ബീജം ഉൾപ്പെടെ, അതായത് ഇനി ഒന്നുകൂടെ ഈ ആഗ്രഹം ഉണ്ടായി വരില്ല, ആ ഒരു തലത്തിൽ കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ബന്ധുബാഹചര്യങ്ങളെ ജരിദ്ദുതൽ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ല. അതാണ് അടുത്ത ശ്ലോകത്തിൽ 56-ാമത്തെ ശ്ലോകത്തിൽ പറയുക. എങ്ങനെയാണ് ഇപ്പോൾ സംസാരിക്കുക? ദുഃഖേഷു അനുദ്വിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതതീർമുനിരുച്യതേ. ഇവിടെ സംസാരിക്കുന്നതിനെ പറ്റി പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ് നമ്മളതിനെ നോക്കിക്കാണുന്നത്. എങ്ങനെയാണ്? ദുഃഖത്തിൽ അചഞ്ചലനായിട്ടിരിക്കും, സുഖദുഃഖത്തിൽ ഒരേപോലെ ഇരിക്കും. കർമ്മയോഗിയും സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ ഇരിക്കണം എന്നാണ് നമ്മൾ കണ്ടത്. പക്ഷെ അവിടെ എഫേർട്ട് ഉണ്ട്. കർമ്മയോഗി വീണ്ടും വീണ്ടും സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ ഇരിക്കാൻ എഫേർട്ട് ഇടുന്നുണ്ട്. ഇവിടെ ഇദ്ദേഹത്തിന് ഇത് നാച്ചുറലാണ്. സ്ഥിതപ്രജ്ഞന് ഇത് നാച്ചുറലാണ്. സുഖമുണ്ടാകുന്ന ചിന്തകൾ, ദുഃഖമുണ്ടാകുന്ന ചിന്തകൾ വരും. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഗുരുദേവൻ്റെ കഥ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ? അത് ആരോ വന്നിട്ട് കഥവ് തുറന്ന സമയത്ത് ചിന്മയാനന്ദ സ്വാമി എഴുതിക്കൊണ്ടിരിക്കുക. ഉടനെ അയാൾ ഗുരുദേവനെ അയ്യോ ഞാൻ ഇറിറ്റേറ്റ് ചെയ്തോ ഡിസ്റ്റർബ് ചെയ്തോ എന്ന് ഉള്ളൊരു പേടി കാരണം ചോദിച്ചു, സ്വാമിജി ആം ഐ ഡിസ്റ്റർബിങ് യു എന്ന് ചോദിച്ചു എന്നാണ്. ഉടനെ ഗുരുദേവനെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, യു ട്രൈഡ്, ഐ ആം നോട്ട് എന്ന്. മനസ്സിലായില്ലേ? നീ ശ്രമിച്ചാണ്, നീ അവിടെ വന്നു, യു ട്രൈഡ് ടു ഡിസ്റ്റർബ് മീ ബട്ട് നോ ഐ ആം നോട്ട് ഡിസ്റ്റർബ്ഡ്. അപ്പം ഇവര് സമമായിരിക്കും.
അങ്ങനെ സുഖത്തിലും ദുഃഖത്തിലും ഇവര് സമമായിട്ട് ഇരിക്കുന്ന. ഞാൻ ഈ ദുഃഖത്തിൽ അചഞ്ചലനാണ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അജ്ഞാനിയായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ചഞ്ചലമാണ് എന്നും കൂടാണ്. എന്താ പറഞ്ഞത്? ജ്ഞാനി അചഞ്ചലനാണ് എന്ന് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള കാര്യം അജ്ഞാനിയായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ചഞ്ചലന്മാരായിട്ടായിരിക്കും ഇരിക്കുക എന്നുള്ളതാണ്. കസ്റ്റമർ കെയറുകാരെ കണ്ടിട്ടുണ്ടോ? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവരനങ്ങൂല. കണ്ടുണ്ടോ? അവരുടെ കൂള് വിട്ട് സംസാരിക്കില്ല. പക്ഷെ പുറത്ത് ഇങ്ങനെ ആയിരിക്കും, അകത്തവര് ഇങ്ങനെ. എൻ്റെ ഒരു കൂട്ടുകാരൻ പണ്ട് എയർടെല്ലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇവൻ പറയും, ഈ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നവന്മാരുടെ നമ്പർ ഇവന്മാർ നോട്ട് ചെയ്തിട്ട് പുറത്തൊരു കോയിൻ ബോക്സ് ഉണ്ട്, ആ കോയിൻ ബോക്സിൽ നിന്ന് കോയിൻ ഇട്ടിട്ട് ചീത്ത വിളിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ആ കോയിൻ ബോക്സ് നിറയുന്ന, മനസ്സിലായില്ലേ? കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ അവന്മാരും വന്നിട്ട് നമ്പർ നോട്ട് ചെയ്ത് എല്ലാ ദിവസവും 2 പേരോ 3 പേരോ ചീത്ത പറയാൻ വേണ്ടിയിട്ട് ഇവന്മാരായി കാണുന്ന. പുറത്ത് നോക്കുമ്പോൾ അവർ തിരിച്ച് ഓക്കെ സാർ, പറഞ്ഞോളൂ സാർ, ഓക്കെ ഞങ്ങളുടെ സേവനം തൃപ്തികരമായിരുന്നു സാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും അകത്തിങ്ങനെ ബഹളമായിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞാൻ ഈ സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ ഇരിക്കും. അയാൾക്ക് എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. കർമ്മയോഗിയാണെങ്കിൽ അയാൾ ഇറിറ്റേറ്റഡ് ആവത്തില്ല, കാര്യം അയാൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ ചില ആൾക്കാർ അജ്ഞാനികൾ എന്താണ്, അവർ എഫേർട്ട് ഇടുന്നുണ്ട്, അതേസമയം അവർ ഉള്ളിൽ ഇറിറ്റേറ്റഡ് ആണ്, പക്ഷെ പുറത്തല്ലാന്നെല്ലാം കാണിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഞാൻ ഈ സർവ്വതാ സമാധാനത്തിലാണ്. ഈ അവസ്ഥയിലാണ് അയാൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്ഥിതപ്രജ്ഞൻ സംസാരിക്കുക? ദുഃഖത്തിലും സുഖത്തിലും ഒരേപോലെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാര്യം നമ്മുടെ സംസാരം എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസാണ്. നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനനുസരിച്ചിട്ടാണ്. ആണോ അല്ലയോ? ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. കാര്യം എന്താ, എൻ്റെ മനസ്സിങ്ങനെ ഇരിക്കുകയായിരുന്നു, ഞാൻ എന്താണ്ടൊക്കെ വായി വന്ന് വിളിച്ചു പറഞ്ഞു. അല്ലെങ്കിലോ ഞാൻ ഉറക്കപ്പിച്ചില്ലായിരുന്നു, ഞാൻ എന്താണോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലുള്ള സാധനത്തിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലുമൊക്കെ കുത്തിവെച്ച് നമ്മളെ മയക്കി, മറ്റേ നുണപരിശോധന എന്നെല്ലാം പറഞ്ഞ സാധനം നടക്കത്തില്ലേ? അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ആണെങ്കിൽ ഉറങ്ങുകയാണെന്ന് പറയുക മാത്രമല്ല, ചിലപ്പോൾ എന്താണ് കുത്തിവെച്ചിട്ടൊക്കെ നമ്മളെ മയക്കിയിട്ട്. കാര്യം മനസ്സ് ശാന്തമാകുന്ന സമയത്ത്, മനസ്സ് ഡള്ളാകുന്ന സമയത്ത് മനസ്സിൻ്റെ ആ തുള്ളിലുള്ള ചില സാധനങ്ങളൊക്കെ തപ്പിയെടുത്തുകൊണ്ട് വരാൻ പറ്റുമെന്നാ. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്, നമ്മുടെ മനസ്സിനനുസരിച്ചിട്ടാണ്. ഇവിടെ എങ്ങനെ സംസാരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. എന്താ ഉറക്കെ സംസാരിച്ചു, പതിയെ സംസാരിച്ചു എന്നല്ല ഇവിടെ അർജുനന്റെ ചോദ്യം. സ്ഥിതപ്രജ്ഞന്റെ സംസാരം എങ്ങനെയാണ്? അപ്പം ഇവിടെ ഭഗവാൻ കൊടുക്കുന്നത് സ്ഥിതപ്രജ്ഞന്റെ സംസാരത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നാ. എന്താ സ്ഥിതപ്രജ്ഞന്റെ സംസാരത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്? സ്ഥിതപ്രജ്ഞന്റെ സംസാരത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അയാള് സമത്തിലിരുന്നു കൊണ്ടാണ് എന്നാണ്. അയാള് എന്താണ്, സുഖേഷു വിഗതസ്പൃഹ ദുഃഖേഷു അനുദിഗ്നമനാഹ. അതായത് രാഗവും ഇല്ല, ക്രോധവും ഇല്ല, അല്ല രാഗവും ഇല്ല, ഇതുമില്ല, ദ്വേഷവും ഇല്ലാത്ത രീതിയിൽ ആണ് അയാള് ഒരേപോലെ ഇരുന്നു കൊണ്ടാണ് സംസാരിക്കുക. നമ്മളൊക്കെ സംസാരിക്കുന്നത് എങ്ങനെ? നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും നമ്മുടെ രാഗദ്വേഷങ്ങൾക്ക് അധിഷ്ഠാനപ്പെടുത്തിയിട്ടാണ്. എന്നെ വളരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളോട് ഞാൻ വളരെ ഡീസൻ്റ് ആയിട്ടായിരിക്കും. എന്നെ ചീത്ത പറഞ്ഞ ഒരാളോട് ഞാൻ അത്ര ഇതായിട്ട് ഞാൻ ഒന്ന് കണിച്ചക്കാരനായിട്ടായിരിക്കും സംസാരിക്കുന്നത്. ആലോചിച്ചു. ഇവിടെ സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് സംസാരിക്കുക? സ്ഥിതപ്രജ്ഞൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? രാഗദ്വേഷങ്ങളില്ലാതെ സമത്തിൽ നിന്നുകൊണ്ടാണ് സ്ഥിതപ്രജ്ഞൻ സംസാരിക്കുക. സാധകനും ഇത് ചെയ്യുന്നുണ്ട്. സാധകന് ഈ ഒരു ഗുണം കിട്ടാൻ അയാൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. സ്ഥിതപ്രജ്ഞന് ഇത് സഹജമാണ്. ഇനിയോ വേണമെങ്കിൽ പറയാം എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞൻ സംസാരിക്കുക. സ്ഥിതതിഹി ഉദാസീനതയാ പ്രഭേഷയത. എന്താണ് ഈ സ്ഥിതപ്രജ്ഞൻ? ഉദാസീനനായിട്ട്, മലയാളത്തിലുള്ള ഉദാസീനനല്ല, പിന്നെന്താണ്, പ്രത്യേക താല്പര്യങ്ങളില്ലാതെ, മമതയിലില്ലാതെ ഉദാസീനനായിട്ട്. ഓക്കെ, അതായത് ദുഃഖിച്ചുകൊണ്ടല്ല, പിന്നെയോ ഈ ലോകം ജഗത്ത് മിഥ്യയാണ്, ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇതെന്നെ ബാധിക്കുന്നില്ല
എന്നുള്ള ബോധ്യത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം സംസാരിക്കേണ്ടത് സംസാരിക്കും. കൃത്യമായിട്ട് അവിടെ എന്താണോ പറയേണ്ടത് അത് പറയും. കാര്യം എന്താണ്? കാര്യം ഈ ലോകം അദ്ദേഹത്തിനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. സ്ഥിതപ്രജ്ഞൻ എങ്ങനെ സംസാരിക്കും? സമഭാവനയിൽ സംസാരിക്കും. രാഗദ്വേഷങ്ങളില്ല സംസാരിക്കും. അതിനേക്കാൾ ഉപരി ഉദാസീനതയാണ്. ഈ ലോകം എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള ബോധ്യത്തിൽ സംസാരിക്കും. നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ 5 വലിയ ഭയങ്കര പുലികളായി. ഇപ്പം ഈ പ്രഭാഷണത്തിൽ ഇതിൻ്റെ അകത്ത് എന്നെ പഠിപ്പിച്ച സ്വാമിജിയോ ആരെങ്കിലും ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല സംസാരിക്കുന്നത്, ടെൻഷനാവും. കാര്യം എന്നാ? അതെന്നെ മനസ്സിൽ വർക്കൗട്ട് ചെയ്യും. ഇവിടെ സ്ഥിതപ്രജ്ഞൻ എന്താണ്? ഉദാസീനതയാണ്. മടി പിടിച്ചിട്ടല്ല, പിന്നെന്താണ്? ഇവിടെ ആരൊക്കെ വന്നാലും, ശങ്കരാചാര്യസ്വാമികൾ ഇവിടെ വന്നിരുന്നാലും ഒരു പ്രശ്നമില്ലാതെ ഭഗവത്ഗീത അറിയാവുന്ന രീതിയിൽ പറയും. ഉദാസീനതയാണ്. അതേപോലെ ഏത് കർമ്മവും ഈ രീതിയിൽ സ്ഥിതപ്രജ്ഞൻ സംസാരിക്കും. ഇനി എങ്ങനെ സ്ഥിതപ്രജ്ഞൻ നടക്കുന്നത്, എങ്ങനെ സ്ഥിതപ്രജ്ഞൻ ഇരിക്കുന്നത്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.